ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അഹങ്കാരം എന്നുള്ളൊരു വാക്കിനെ കുറിച്ചാണ്. ഒട്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. ഒരു സിനിമ നടിയാവുന്ന സമയത്ത് ജാട എന്നുള്ള വാക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവാം. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. സ്ത്രീക്ക് അഹങ്കാരം ഒരു തെറ്റാണോ? സ്ത്രീക്ക് അഹങ്കാരം വരാൻ പാടില്ല. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഇല്ല, അഹങ്കാരം ഉള്ളതുകൊണ്ട് ഞാൻ നന്നായത്. അപ്പൊ ഇത്രയും കാലം തോറ്റൊന്നും പോരെ. പഴയ കാര്യങ്ങൾ ഇടയ്ക്കിടെ ഓർക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിൽ ഞാൻ ഓർക്കാം. Kasaba is a movie that I unfortunately watched. ഓർമ്മയുണ്ടല്ലോ, കണ്ടിട്ട് 8-9 വർഷമായതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? Dialogues which were not only derogatory but most saddening to a woman in a scene. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. പക്ഷെ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയാ എന്നുള്ളതല്ല. പിന്നെ ഞാൻ ഓർക്കുന്നത് അത് ദിലീപിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകാതെ ഞാൻ പറയട്ടെ, ഇപ്പൊ കുഞ്ഞിക്കൂനൻ അതുവരെ നമ്മൾ കണ്ടിരുന്ന ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നായകൻ ആവേശം കൊടുക്കും, നായികയ്ക്ക് സഹതാപം ഉണ്ടാക്കാനായി. മറ്റേ സെറ്റല്ലേ നമ്മൾ വല്ല പരിചയമൊന്നും കാണിക്കണ്ടേ? ദിലീപിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറെ കമലഹാസൻ പോലും ട്രൈ ചെയ്യാത്ത അത്തരം ക്യാരക്ടേഴ്സിനെ ജനകീയവൽക്കരിച്ച് കാണിക്കുക. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല, താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും പറയണ്ട. കമലഹാസൻ പോലും ട്രൈ ചെയ്യാത്ത അത്തരം ക്യാരക്ടേഴ്സിനെ ജനകീയവൽക്കരിച്ച് കാണിക്കുക. ഏറ്റവും നല്ല ശൈലി അതാണ്. ഏറ്റവും നല്ല ശൈലി അതാണ്. എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി. അങ്ങനെ നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഇനിയിപ്പം യഥാർത്ഥത്തിൽ തന്നെ ഇതിപ്പോഴും അവസാനിപ്പിക്കും. ഇപ്പൊ ഞാൻ വരട്ടെ? അല്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞതാ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.